താരസംഘടനയായ അമ്മയിൽ വലിയ തർക്കങ്ങൾ നടക്കുകയാണ്. ഇതിനിടയിലാണ് അമ്മയിലെ അംഗങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും നടി മാലാപാർവതി നമ്മോടൊപ്പം ചേരുകയാണ്. മാലാപാർവതി, ഇതൊരു വലിയ വിഷയമായി മാറിയിരിക്കുന്നു. പ്രത്യേകിച്ചും അൻസിബയുടെ വിഷയമല്ല. അൻസിബയെ മതതീവ്രവാദിയാക്കാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു. ഇതാ ഇപ്പോൾ ആരും ഒന്നും മിണ്ടരുത് എന്നുള്ള ഒരു തിട്ടൂരവും ഇറക്കിയിരിക്കുന്നു. ഇതിനകത്ത് മത തീവ്രവാദി ആക്കാനുള്ള ശ്രമം നമ്മൾ അത്ര ഗൗരവമായിട്ട് എടുത്തിട്ട് ഇതെന്തോ തമാശയായിട്ട് ഇവർ പറഞ്ഞതാണോ ഇത്? അപ്പോൾ ഇന്ന് മല്ലിക ചേച്ചി, ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട മല്ലിക ചേച്ചി പറഞ്ഞു അതിനൊരു തെളിവ് കൊടുക്കണം, എന്താണ് ഈ ജിഹാദി എന്ന് വിളിച്ചത്. അപ്പോൾ ഇത് എന്താണ്? അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു സൊല്യൂഷനൊക്കെ ആയ പോലെ ഇനി വിലക്ക്, ഇനി ആരും സംസാരിക്കരുത്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്നും പറഞ്ഞു ആരും ഇനി സംസാരിക്കരുത്, അങ്ങനെ സംസാരിക്കുന്നവർക്ക് ഗൗരവമായ നടപടി ഉണ്ടാകും. അത് നമ്മുടെ വ്യക്തിപരമായ കാര്യമാണ്. നമുക്ക് സിനിമ ഉണ്ടാവാം, ഇല്ലാതിരിക്കാം, നമ്മൾ ജീവിച്ചിരിക്കാതിരിക്കാം. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എൻ്റെ കയ്യിൽ കിട്ടിയ കുറച്ച് റെക്കോർഡ്സും കാര്യങ്ങളും വെച്ച് ഞാനൊരു അന്വേഷണം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, സഹിൻ ഈ അൻസിബയെ ഒരു മത തീവ്രവാദിയാക്കാൻ കുറച്ച് കരുതിക്കൂട്ടി നടന്ന ഒരു ശ്രമമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രാജീവ് കൊടപ്പനക്കുന്നിൻ്റെ വിഷയം നേരത്തെ തന്നെ ഇവിടെ പറഞ്ഞതാണ്. ഇതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ടാണ് നേരത്തെ ഒരു ജിഹാദി എന്നുള്ള വിളി, അല്ലെങ്കിൽ ഈ കുട്ടി മതം മാറ്റാനായിട്ട് ടിനി ടോമിൻ്റെ ഡ്രൈവറിനെയും രാജീവ് കൊടപ്പനക്കുന്നിൻ്റെയും മകനെയും നടത്തി എന്നുള്ള അൻസിബയുടെ കാര്യം റിപ്പോർട്ടിൽ ഞാൻ കേട്ടത്. അപ്പോൾ രാജീവ് കൊടപ്പനക്കുന്ന് എന്ന പ്രൊഡക്ഷൻ കൺട്രോളറിനെ ഞാൻ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ വോയിസ് നോട്ട് എനിക്ക് അദ്ദേഹം പറയുന്നുണ്ട്, ഞാനിത് കേട്ട് ഞെട്ടി. ഞങ്ങളുടെ വീട്ടിലാരെയും മതപരിവർത്തനം ചെയ്യാൻ അൻസിബ ശ്രമിച്ചിട്ടില്ല എന്ന്. ഞാൻ ചോദിക്കുന്നതേ, രാജീവിൻ്റെ നല്ല മനസ്സുകൊണ്ട് രാജീവിൻ്റെ മകനും അത് സമ്മതിച്ചില്ല. അങ്ങനെ മതപരിവർത്തനം നടത്താൻ അൻസിബ ശ്രമിച്ചില്ല എന്ന് പറയുന്നുണ്ട്. രാജീവ് പറഞ്ഞില്ലായിരുന്നെങ്കിലോ? ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ആയിരുന്നെങ്കിലോ എന്ന് തന്നെയാണ് ചോദിക്കുന്നത്. പറഞ്ഞില്ലായിരുന്നെങ്കിലോ എന്താകുമായിരുന്നു അൻസിബയുടെ കേരളത്തിലെ അവസ്ഥ? ഇത് എന്തിൻ്റെ തുടക്കമാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇത് അമ്മയുടെ വിഷയമല്ല, ഇതൊരു സാമൂഹ്യ വിഷയമായി മാറിക്കഴിഞ്ഞു. ചേച്ചി പറയുന്നത് അൻസിബയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ഒരു നീക്കം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഒരു മത സ്പർദ്ധ വളർത്താനുള്ളൊരു നീക്കം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ രണ്ട് കൂട്ടരെ തമ്മിത്തല്ലിക്കാനുള്ള ഒരു നീക്കം ഉണ്ടായിരുന്നു. അങ്ങനെ സംശയിക്കുന്നുണ്ടോ? ഒരു സാധാരണ ബുദ്ധി എന്നുള്ള നിലയ്ക്ക് നമുക്ക് അങ്ങനെ ആലോചിച്ചൂടെ? അൻസിബയല്ല അവിടെ വിഷയം. ഒരാളെ ജിഹാദിയായിട്ട് ചിത്രീകരിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ അത് വേറൊരു കേരളത്തിനെ ഉണ്ടാക്കില്ലേ? ഒരു പെൺകുട്ടി നോമ്പെടുത്തുവെന്നും മറ്റൊരു ഹിന്ദു മതത്തിലെ ഒരാൾ നോമ്പ് തുറന്നതിൻ്റെ പേരിൽ അത് മതപരിവർത്തന ശ്രമമായിരുന്നു എന്ന് മറ്റൊരു അവസരത്തിൽ ഭീഷണി പോലെ ഒരു ആർട്ടിസ്റ്റിന് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത് എന്നെ ഭയപ്പെടുത്തുന്നുണ്ട്. ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്? വല്ലാതെ ഭയം ഉണ്ടാക്കുന്നുണ്ട്. മാലാപാർവതി പറയുന്നത് ഇത് അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമല്ല, പകരം സമൂഹത്തെ ആകമാനം ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് താൻ പ്രതികരിക്കാൻ തയ്യാറായത് എന്നുള്ളതാണ് മാലാപാർവതി പറഞ്ഞു വയ്ക്കുന്നത്.